ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. പുത്രകാമേഷ്ടിയുടെ യാഗകുണ്ഡത്തിൽ നിന്ന് ദിവ്യമായ പായസവുമായി ആര് ഉയർന്നു വന്നതായാണ് അധ്യാത്മരാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത്? എ വരുണദേവൻ, ബി അഗ്നിദേവൻ, സി അശ്വനി ദേവൻ, ഡി ഇന്ദ്രദേവൻ. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ബി അഗ്നിദേവൻ. ബി അഗ്നിദേവൻ. ഉറപ്പാണ്? ഉറപ്പ്. ഓക്കെ, ഞാൻ ലോക്ക് ചെയ്യാണ് കേട്ടോ. സോ നമ്മൾ ലോക്ക് ചെയ്യുന്നു ബി അഗ്നിദേവൻ. ഓക്കെ, ഉത്തരം ശരിയാണ്. അപ്പൊ നിങ്ങൾക്ക് 2 പോയിന്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടീം ബിയോടാണ്. വസിഷ്ഠന്റെ പത്നിയുടെ പേര്? എ അനസൂയ, ബി ഗൗതമി, സി അരുന്ധതി, ഡി ദേവയാനി. യുവർ ടൈം സ്റ്റാർട്ട് നൗ. സി അരുന്ധതി. സി അരുന്ധതി. ലോക്ക് ചെയ്യാമോ? എന്നാൽ ലോക്ക് ചെയ്യാണ് സി അരുന്ധതി. നമുക്ക് നോക്കാം. ഓ, ഉത്തരം ശരിയാണ്. അപ്പം ടീം ബിക്കും 2 പോയിന്റ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: ത്രിശങ്കുവിനെ സ്വർഗാരോഹണത്തിന് സഹായിക്കുന്ന മഹർഷി? എ വസിഷ്ഠൻ, ബി ജമദഗ്നി, സി അങ്കിരസ്, ഡി വിശ്വാമിത്രൻ. ടൈം സ്റ്റാർട്ട് നൗ. ഡി വിശ്വാമിത്രൻ. ഡി വിശ്വാമിത്രൻ. അപ്പൊ ലോക്ക് ചെയ്യാണ് ഡി വിശ്വാമിത്രൻ. ത്രിശങ്കുവിനെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ആരാണ്? ഒരു രാജാവായിരുന്നു. അപ്പോൾ ഉടലോടെ സ്വർഗത്തിലെത്താൻ വസിഷ്ഠ മഹർഷിയുടെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചില്ല. അപ്പോൾ വസിഷ്ഠന്റെ പുത്രന്മാരുടെ അടുത്ത് പോയപ്പോൾ അവരത് സമ്മതിച്ചില്ല. മാത്രമല്ല ഗുരുവാക്യം അനുസരിക്കാത്തത് കൊണ്ട് ചണ്ടാളനായി പോകട്ടെ എന്ന് ശപിച്ചു. അപ്പോൾ ചണ്ടാളനായിട്ട് വിശ്വാമിത്രൻ മഹർഷിയുടെ അടുത്തേക്ക് പോയപ്പോൾ മഹർഷി യാഗം നടത്തി ത്രിശങ്കുവിനെ സ്വർഗത്തിലേക്ക് അയച്ചു. പക്ഷെ സ്വർഗ കവാടത്തിലെത്തിയപ്പോൾ ദേവേന്ദ്രൻ ചണ്ടാളനായതുകൊണ്ട് തലകീഴേറ്റ് ഭൂമിയിൽ പതിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ തലകീഴെ ഭൂമിയിൽ പതിച്ചുകൊണ്ടിരുന്ന ത്രിശങ്കു വിശ്വാമിത്ര മഹർഷിയെ വിളിച്ചപ്പോൾ അദ്ദേഹം ത്രിശങ്കുവിനോട് നിൽക്കാൻ ആജ്ഞാപിക്കുകയും അവിടെ മറ്റൊരു സ്വർഗം പണിത് ത്രിശങ്കുവിനെ അവിടെ സ്വർഗത്തിലാക്കുകയും ചെയ്തു. ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. ഉത്തരം ശരിയാണ്. ഇപ്പം ടീം എക്ക് 2 മാർക്ക് കൂടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൾ. സന്ദർഭം വ്യക്തമാക്കുക. എ വില്ലു മുറിഞ്ഞ ഒച്ച കേട്ടപ്പോൾ, ബി രാമൻ മിഥിലയിലെത്തിയപ്പോൾ, സി അയോധ്യ നഗരം കണ്ടപ്പോൾ, ഡി ഊർമിളയുടെ വിവാഹം നിശ്ചയിച്ചപ്പോൾ. ടൈം സ്റ്റാർട്ട് നൗ. ഓപ്ഷൻ എ വില്ല് മുറിഞ്ഞ ഒച്ച കേട്ടപ്പോൾ. വില്ല് മുറിഞ്ഞ ഒച്ച കേട്ടപ്പോൾ. ഓക്കെ, ലോക്ക് ചെയ്യാണോ? ലോക്ക് ചെയ്യാണ് എ വില്ല് മുറിഞ്ഞ ഒച്ച കേട്ടപ്പോൾ. ഉത്തരം ശരിയാണ്. ഒരു 2 വരി മുമ്പ് ഒരു പ്രസിദ്ധമായ വരിയുണ്ട്. എന്താണ് അറിയാമോ? അറിയാമോ? വരികൾ ഓർമ്മയില്ല. ഓർമ്മയില്ല? ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് മൈഥിലി മയിൽപ്പേട പോൽ സന്തോഷം പൂണ്ടാർ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനു. അപ്പം ടീം ബിക്ക് വീണ്ടും 2 മാർക്ക് കിട്ടുന്നു. അപ്പൊ 2 പേരും ഇപ്പം ഈക്വൽ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. അംബരീഷന്റെ യജ്ഞയൂപത്തിൽ നിന്നും വിശ്വാമിത്രൻ രക്ഷിക്കുന്ന ബാലകന്റെ പേരെന്ത്? എ മൃത്യുഞ്ജയൻ, ബി ധനഞ്ജയൻ, സി ശുനശേബൻ, ഡി കാർത്തികേയൻ. ടൈം സ്റ്റാർട്ട് നൗ. സി ശുനശേബൻ. സി ശുനശേബൻ. ഉറപ്പാണ്? ഓക്കെ, നമുക്ക് ലോക്ക് ചെയ്യാം സി ശുനശേബൻ. ഉത്തരം ശരിയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. മലദം, കരൂഷം എന്നീ രാജ്യങ്ങൾ ഉണ്ടായതെങ്ങനെ? എ ഋഷിമാർ മലമൂത്ര വിസർജനം നടത്തുക വഴി, ബി ഇന്ദ്രന്റെ ശരീരത്തിലെ മാലിന്യങ്ങൾ പതിച്ചതുവഴി, സി രാക്ഷസന്മാർ വിസർജനം വലിച്ചെറിഞ്ഞതുകൊണ്ട്, ഡി അശുദ്ധി കൊണ്ട്. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ബി
ഇന്ദ്രന്റെ ശരീരത്തിലെ മാലിന്യങ്ങൾ പതിച്ചത് വഴി. ഇന്ദ്രന്റെ ശരീരത്തിലെ മാലിന്യങ്ങൾ പതിച്ചത് കൊണ്ട്. ഉറപ്പാണ് അല്ലെ? ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യാം. ഇന്ദ്രന്റെ ശരീരത്തിലെ മാലിന്യങ്ങൾ പതിച്ചത് വഴി. ഉത്തരം ശരിയാണ്. അപ്പം ടീം ബിക്ക് 2 മാർക്കും കൂടെ കിട്ടിയിരിക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ ടോട്ടൽ സ്കോർ 6 points. 6 points. What about yours? 6 points. ഇപ്പൊ 2 സ്കൂളുകളും തുല്യ നിലയിലാണ്.